to my class. നമ്മളിപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഗ്രാഫ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലേ. നമുക്ക് ആ ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെ കിട്ടിയേ? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. രണ്ടാമത് ഏത് ഗ്രാഫാണ് പഠിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അത് നമുക്ക് എങ്ങനെ കിട്ടിയേ? എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് പോസിറ്റീവ് സ്ലോപ്പ്. എന്നിട്ട് നമ്മൾ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? സ്ലോപ്പ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് of a body moving with uniform velocity gives the velocity of the body. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമതൊരു ഗ്രാഫാണ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഗ്രാഫിന്റെ നേച്ചർ എന്തായിരിക്കും നോക്കാം. ഈ ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് നോക്കിയാലും ആ ബോഡിക്ക് ഒരേ വെലോസിറ്റി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ 1 hour നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ബോഡിയെ ഒബ്സർവ് ചെയ്തപ്പോൾ അതൊരു 60 km/h സ്പീഡിൽ പോവാം. 1 മണിക്കൂറിന് ശേഷം നോക്കുമ്പോഴും അത് അതേ വെലോസിറ്റിയിൽ പോവാം, 60 km/h വെലോസിറ്റിയിൽ പോകുന്നു. വീണ്ടും 1 മണിക്കൂറിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയാണ്? 60 km/h. അങ്ങനെയാണെങ്കിൽ ആ ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണല്ലോ മൂവ് ചെയ്യുന്നത്. ആ ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാൻ പോവാം. Here time is taken along the x-axis and velocity is taken along the y-axis. അല്ലേ? and O is the origin. നമ്മൾ 0 ടൈമിൽ നോക്കുമ്പോഴും അതിന്റെ വെലോസിറ്റി 60 km/h. 1 hourന് ശേഷം നോക്കിയപ്പോഴും 60 km/h. 2 hourന് ശേഷം നോക്കുമ്പോഴും 60 km/h. 3 hourന് ശേഷം നോക്കുമ്പോഴും 60 km/h. Then what is the nature of the graph? The graph will be a straight line parallel to time axis. എന്താ കാര്യം? y കോർഡിനേറ്റ് മാറുന്നില്ല അല്ലേ. ബോഡി എങ്ങനെയുള്ള ബോഡിയാ? യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ്. യൂണിഫോം വെലോസിറ്റി, ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ ഏതൊക്കെ തമ്മിലാണ് ഗ്രാഫ് വരച്ചത്? വെലോസിറ്റിയും ടൈമൂടാണ് ഗ്രാഫ് വരച്ചത്. അപ്പൊ ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി കോൺസ്റ്റന്റാ. y കോർഡിനേറ്റ് മാറുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എക്സ് കോർഡിനേറ്റിനനുസരിച്ച് y കോർഡിനേറ്റ് മാറുന്നില്ല എങ്കിൽ, y കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഗ്രാഫേ കിട്ടത്തുള്ളൂ? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. മറന്നു പോകരുത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ദ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഗ്രാഫിന് താഴെയുള്ള ഏരിയ. ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയ ആണല്ലോ അല്ലേ. ശരിയല്ലേ? ഇതിന് പേര് കൊടുക്കുന്നു OABC. സോ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ് is equal to, നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് റെക്ടാംഗിൾ OABC. ശരിയാണോ? ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ OABC. ഇനി റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. OA ഇൻറ്റു OC. That is equal to OA into OC. That is equal to OA എന്ന് പറയുന്ന ഒരു ടൈം അല്ലേ. സോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം നമുക്ക് T എടുക്കാം.
അതേപോലെ OC എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റിയാ. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി V ആണെന്ന് വിചാരിക്കാം. നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ടല്ലേ V1 V2 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾ എന്തെടുത്ത്? V. OA അങ്ങനെയാണെങ്കിൽ OA എത്ര ആയിരിക്കും? T-0 അല്ലേ? T-0 എന്ന് പറയുന്നത് എത്ര? T into OC. OC എന്ന് പറയുന്നത് എന്താ? V-0. V-0 എന്ന് പറയുന്നത് എത്ര? V. Velocity into time. എന്താ velocity into time എന്ന് പഠിച്ചേക്കുന്നത് നമ്മള്? Displacement of the body. അല്ലേ? Displacement of the body. നമുക്ക് എന്താ കിട്ടിയേ? Area under velocity time graph of a body moving with a uniform velocity gives the displacement of the body. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് acceleration. എന്താ acceleration എന്ന് പറഞ്ഞാൽ? The rate of change of velocity is called acceleration. അല്ലേ? അതായത് change in velocity by time is called acceleration. Acceleration A is equal to നമുക്ക് എന്ത് എഴുതാം? Change in velocity divided by time. Change in velocity divided by time. ബോഡി ആദ്യം 40 km/h സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിചാരിക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോ ഈ ബോഡിയുടെ വെലോസിറ്റി ഒരു 60 km/h ആയിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് ഉണ്ടായ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? A is equal to change in velocity. വെലോസിറ്റിയുടെ ചേഞ്ച്, ഫൈനൽ വെലോസിറ്റി എന്ന ഇനിഷ്യൽ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 60 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്ര? 40 ഡിവൈഡഡ് ബൈ എത്ര മണിക്കൂർ കൊണ്ടാ 40യിൽ നിന്ന് 60 ആയത് വെലോസിറ്റി? 2 മണിക്കൂർ കൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മൈനസ് 40 എത്ര? 20 divided by 2. That is equal to 10. മനസ്സിലായോ? അപ്പൊ ആക്സിലറേഷൻ ഇവിടെ എത്ര കിട്ടി നമുക്ക്? 10. എന്താ ആക്സിലറേഷന്റെ യൂണിറ്റ്? ഓക്കേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. So meter per second divided by second. അതെന്താ? meter per second square. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ എത്ര കിട്ടിയേ? 10 meter per second square. ഒരു ബോഡി ആദ്യം മൂവ് ചെയ്തിരുന്ന വെലോസിറ്റി 80 km/h ആണെന്ന് വിചാരിക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഇതിന്റെ വെലോസിറ്റി 60 km/h ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി എത്ര? 60 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്ര? 80. എത്ര മണിക്കൂർ കൊണ്ടാ ചേഞ്ച് ഉണ്ടായേ? 2 മണിക്കൂർ കൊണ്ട്. സോ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 60 മൈനസ് 80 എത്ര? മൈനസ് 20 ഡിവൈഡഡ് ബൈ 2. That is equal to minus 10 meter per second square. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ഈ എക്സാമ്പിളിൽ എത്ര കിട്ടിയേ? 10 meter per second square. പോസിറ്റീവ് ആയിരുന്നു ആക്സിലറേഷൻ അല്ലേ? But here it is minus 10 meter per second square. That is acceleration is negative. ശരിയാണല്ലോ? ഇനി ആക്സിലറേഷൻ എപ്പോഴാണ് പോസിറ്റീവ് ആയെന്ന് നോക്കിയേ. ഇനിഷ്യൽ വെലോസിറ്റി 40 km/h നിന്ന് ഫൈനൽ വെലോസിറ്റി എത്രയിലേക്ക് വന്നു? 60 km/h. That means if the velocity of a body is increasing, the acceleration is positive, and if the velocity of a body is decreasing, the acceleration is negative. This negative acceleration is also called deceleration or retardation. Deceleration or retardation. മനസ്സിലായില്ലേ?
Acceleration is a vector quantity. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് acceleration അറിഞ്ഞിരിക്കേണ്ടത്. എന്തായിരുന്നു acceleration? Rate of change of velocity is called acceleration. Acceleration can be positive or negative. എപ്പോഴാ പോസിറ്റീവ് ആവുന്നത്? If the velocity of a body is increasing, acceleration is positive. And if the velocity of a body is decreasing, acceleration is negative. Negative acceleration is called deceleration or retardation. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ബോഡി ആദ്യം ഞാൻ നോക്കുമ്പോൾ ആ ബോഡിയുടെ സ്പീഡ് വെലോസിറ്റി 40 km/h. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ അതിന്റെ സ്പീഡ് 50 km/h ആയെന്ന് വിചാരിക്കാം. വീണ്ടും 2 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ അതിന്റെ സ്പീഡ് 60 km/h ആയെന്ന് വിചാരിക്കാം. ഈ ഓരോ കേസിലെ ആക്സിലറേഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് അതിന്റെ വെലോസിറ്റി 40-ൽ നിന്നും 50-ലേക്ക് കൂടി. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി 50 minus 40 divided by time 2 അല്ലേ? That is equal to 50 minus 40 എത്ര? 10. 10 divided by 2 നമുക്ക് എത്ര കിട്ടും? 5 meter per second square. ശരിയാണല്ലോ? ഇനി അതേപോലെ വീണ്ടും ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് നോക്കാം. A is equal to change in velocity 60 minus 50 divided by time എത്ര? 2. That is equal to 10 divided by 2. അത് എത്രയാണ്? 5 meter per second square. അല്ലേ? ഇവിടെ നോക്കിയേ, ആക്സിലറേഷൻ ആദ്യം 5 meter per second square, വീണ്ടും 5 meter per second square. ഇങ്ങനെ ഒരേപോലെയാണ് ആക്സിലറേഷൻ എങ്കിൽ അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ഈക്വൽ ചേഞ്ച് ഉണ്ടായാൽ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആ ബോഡി എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. മനസ്സിലായോ? If a body undergoes equal change in velocity in equal intervals of time, it is said to be moving with a uniform acceleration. അടുത്തത് average acceleration. Average acceleration. Average acceleration is the ratio of total change in velocity divided by total time taken. So, average acceleration is equal to change in velocity divided by total time taken. Total time. Average velocity, average speed ഒക്കെ പഠിച്ചതല്ലേ? അതേപോലെ average acceleration is the ratio of change in velocity divided by total time taken. That is equal to v2 minus v1 divided by t2 minus t1. Average acceleration is equal to v2 minus v1 divided by t2 minus t1. അടുത്തത് instantaneous acceleration. Instantaneous acceleration, instantaneous speed ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? എന്തായിരുന്നു? The speed of a particle at any instant of its motion is called instantaneous speed. അല്ലേ? അതേപോലെ instantaneous acceleration എന്തായിരിക്കും? The acceleration of a particle at any instant of its motion is called instantaneous acceleration. Instantaneous acceleration is equal to നമുക്ക് എന്തെഴുതാം?
dv divided by dt. Instantaneous speed എന്തായിരുന്നു? dx by dt ആയിരുന്നു അല്ലേ? So instantaneous acceleration എന്തായിരിക്കും? v2 minus v1 divided by t2 minus t1. അതിൽ ടൈം ടെൻസ് ടു 0 ആണെങ്കിൽ, ടൈം ഇന്റർവെൽ വളരെ ചെറുതാണെങ്കിൽ v2 minus v1 divided by t2 minus t1 നമുക്ക് എങ്ങനെ എഴുതാം? dv divided by dt. So instantaneous acceleration is dv by dt, or it is equal to d by dt of what is v? Instantaneous velocity നമ്മൾ എന്താ പഠിച്ചേ? dx by dt. So ഈ v ക്ക് പകരം ഞാൻ dx by dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So d by dt of v ചെയ്യുന്നതിന് പകരം d by dt of v ക്ക് പകരം എന്താ എഴുതി? dx by dt. That is equal to d square x divided by dt square. So instantaneous acceleration is dv by dt or d square x divided by dt square. അടുത്തത് acceleration due to gravity. അതാ പേരിൽ തന്നെ അറിയാം, ഒരു ബോഡിക്ക് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് കാരണമാണെങ്കിൽ ആ ആക്സിലറേഷൻ എന്ത് പേര് വിളിക്കാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. The acceleration produced on a body due to the attractive force of earth is called acceleration due to gravity, and it is represented by small letter g. And value നമുക്കെല്ലാം അറിയാം. It is g is equal to 9.8 meter per second square. അല്ലേ? പക്ഷേ ജിയുടെ വാല്യൂ is not a constant. It varies from place to place. സ്ഥലം മാറുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. It is maximum at poles and minimum at equator. അതേപോലെ തന്നെ നമുക്കിനി വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഭൂമിയുടെ സർഫസിൽ ജിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും, പക്ഷേ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ചും ജിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. Value of g is maximum on the surface of the earth, and it is equal to 9.8 meter per second square. Its direction is always vertically down, that is towards the center of the earth. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ